മുഖ്യമന്ത്രി ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെ ഇടുക്കി തൊടുപുഴയിൽ വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ച് കൂറ്റൻ ഫ്ലെക്സ്. പട നയിച്ചവൻ നാട് നയിക്കുമെന്നാണ് ഫ്ലെക്സിലെ സന്ദേശം. ടീം UDF തൊടുപുഴ എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, പോസ്റ്റർ യുദ്ധം അവസാനിക്കുന്നതേ ഇല്ലല്ലോ. വിഡിക്ക് വേണ്ടി ഒരു പട തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പട നയിച്ചവൻ നാട് നയിക്കും എന്നുള്ളതാണ് ഫ്ലെക്സിൽ കാണുന്നത്. തൊടുപുഴയിലെ UDF പ്രവർത്തകരാണോ വി സതീശന് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്? ഡോക്ടർ അരുൺ, എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് ഭരണം ലഭിക്കുമെന്ന് പ്രവചിച്ചതോടെ മുഖ്യമന്ത്രി ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുകയാണ്. 2 ദിവസം മുമ്പ് തൊടുപുഴയിൽ തന്നെ VD സതീശനെതിരായിട്ടായിരുന്നു ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്നിപ്പോൾ VD സതീശന് അനുകൂലമായി തന്നെയാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. തൊടുപുഴ പട്ടയംകവലയ്ക്ക് സമീപമാണ് ഇന്നലെ രാത്രി ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പട നയിച്ചവൻ നാട് നയിക്കും എന്നതാണ് ഈ തലക്കെട്ടിൽ പറയുന്നത്. VD സതീശന്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രത്തോടൊപ്പം നിലപാടിന്റെ രാജകുമാരൻ അഭിവാദ്യം എന്നും ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ടീം UDF തൊടുപുഴ എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നിൽ UDF പ്രവർത്തകരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടി വെച്ച ഫ്ലെക്സ് ബോർഡാണോ എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും എല്ലാ ആളുകളൊക്കെ കാണുന്ന രീതിയിൽ കടകളൊക്കെ ഉള്ള പ്രദേശത്ത് തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ തന്നെ VD സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഫ്ലെക്സ് ബോർഡുകൾ തുടർച്ചയായി വരുന്നു എന്നതും ഒരു കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ്. അരുൺ, ഓക്കെ, എന്തായാലും രാഹുൽ പറഞ്ഞതുപോലെ ഇതൊരു പണി കൊടുത്തതാണോ അതല്ല ഇത് പട നയിച്ചവന് നാട് നയിക്കാൻ കഴിവുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണോ ഹൈക്കമാൻഡിനെ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 4-ാം തീയതിക്ക് ശേഷം ആ തീരുമാനങ്ങളുണ്ടാകും. പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴേ ഇങ്ങനെയാണ്, റിസൾട്ട് വരുമ്പോൾ അപ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ്.